ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർഡിലെ രണ്ടാമത്തെ ടാബായ ഇൻസേർട്ട് ടാബിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇൻസേർട്ട് ടാബ് ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Alt+N. ഏതാണ്? Alt+N. ഇൻസേർട്ട് കീ ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്താണ്? Alt+N. ഇൻസേർട്ട് ടാബിന് എത്ര ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 7 ഗ്രൂപ്പുകളായിട്ടാണ് ഇൻസേർട്ട് ടാബിനെ തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഹോം ടാബ് പഠിച്ചു. ഹോം ടാബിന് നമ്മൾ എത്ര ഗ്രൂപ്പുകളായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്? 5 ഗ്രൂപ്പായിട്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടാബായ ഇൻസേർട്ട് ടാബ് 7 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എത്ര ഗ്രൂപ്പ്? 7 ഗ്രൂപ്പുകൾ, 7 ഗ്രൂപ്പ്സ്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് പേജ് ഗ്രൂപ്പ്. പേജസ്, ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, സിംബൽസ്. ഏതൊക്കെയാണവ? പേജസ്, ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, സിംബൽസ്. ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം? ഈ ഭാഗത്ത് നിന്ന് ഇൻസേർട്ട് ടാബിൽ ഉൾപ്പെടാത്ത ഗ്രൂപ്പ് ഏത് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെ കണ്ടന്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പ്സ് അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമല്ലേ നമുക്ക് അതിന് അടുത്ത ഓഡ് വൺ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 7 ഗ്രൂപ്പുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാം? നോക്കിയേ, നമ്മൾ ടേബിളിൽ, ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഒരു കോഡാണ് പറയുന്നത്. നമ്മൾ ടേബിളിൽ എന്തോ ഇരിക്കുവാണ്? ടെക്സ്റ്റ് ഇരിക്കുവാണ്. ടേബിളിൽ എന്തോ ഇരിക്കുന്നത്? ടെക്സ്റ്റ് ഇരിക്കുവാണ്. ആ ടെക്സ്റ്റിൽ എന്തുണ്ട്? ടെക്സ്റ്റിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? പേജസ് ഉണ്ടാവും. ഓക്കെ, ടെക്സ്റ്റിൽ പേജസ് ഉണ്ട്. പേജസിൽ എന്തൊക്കെയുണ്ട്? സിംബൽസ് ഉണ്ട്, ഹെഡ് ആൻഡ് ഫൂട്ടർ, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്. ഇത്രയും കാര്യങ്ങൾ ഏതിലടങ്ങിയിട്ടുണ്ട്? ടെക്സ്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഓർക്കാം? നമ്മളുടെ ടേബിളിൽ എന്തിരിക്കുവാണ്? ടെക്സ്റ്റ് ഇരിക്കുവാണ്. ടേബിളിൽ ടെക്സ്റ്റ് ഇരിക്കുവാണ്. ടെക്സ്റ്റിൽ എന്തുണ്ട്? ടെക്സ്റ്റിൽ പേജസ് ഉണ്ട്. പേജസിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? സിംബൽസ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ലിങ്ക്സ്, ഇല്ലുസ്ട്രേഷൻസ്. ഇത്രയും കാര്യങ്ങൾ എവിടെ അടങ്ങിയിരിക്കുന്നു? ടെക്സ്റ്റിൽ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ 7 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? പേജസ്, ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, സിംബൽസ്. ഓക്കെ, ഒന്നും കൂടി. പേജസ്, ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, സിംബൽസ്. ഓക്കെ, ഒന്നാമത്തെ ഗ്രൂപ്പായ പേജസ് ഗ്രൂപ്പിൽ വരുന്ന 3 കണ്ടന്റുകളാണ് ഏതൊക്കെ? കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്. ഏതൊക്കെയാണ്? കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്. ഓക്കെ, ഒന്നാമത്തെ ഗ്രൂപ്പായ ഇൻസേർട്ട് ടാബിൽ ഒന്നാമത്തെ ഗ്രൂപ്പായ പേജ് ഗ്രൂപ്പ്സിൽ വരുന്ന 3 കണ്ടന്റ് അഥവാ 3 ബട്ടൺസുകളാണ് ഏതൊക്കെ? കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്. നോക്കിയേ, പേജസുമായിട്ട് ബന്ധപ്പെട്ട 3 പേരുകൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്. ഇനി എന്തൊക്കെയാണ് അതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് കവർ പേജ്? ഇൻസേർട്ട് എ കവർ പേജ് ടു ഡോക്യുമെന്റ്. ഇൻസേർട്ട് എ കവർ പേജ് ടു ഡോക്യുമെന്റ്. എന്താണത്? ഓക്കെ, അപ്പോൾ എന്താണ് കവർ പേജ്? കവർ പേജ് എന്ന് വെച്ചാൽ ഇൻസേർട്ട് എ കവർ പേജ് ടു എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിൽ ഒരു കവർ പേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കവർ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിതിൽ കവർ പേജസ്, ഒത്തിരി കവർ പേജസ് നമുക്ക് അവൈലബിൾ ആണ്. മോർ കവർ പേജസ് ഫ്രം office.com, റിമൂവ് കറണ്ട് കവർ പേജ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളുണ്ട്. കവർ പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രീ ഫോർമാറ്റഡ് കവർ പേജസ് ആണ് ഇതെല്ലാം. രണ്ടാമത്തെ ബട്ടൺ ആണ് ഏത്? ബ്ലാങ്ക് പേജ്. ഏതാണ്? ബ്ലാങ്ക് പേജ്. അതെന്തിനാണ്? ഇൻസേർട്ട് ബ്ലാങ്ക് പേജ്. ഇൻസേർട്ട് ബ്ലാങ്ക് പേജ് എന്താണ്? ഒരു ഡോക്യുമെന്റിനകത്ത് ഒരു ഡോക്യുമെന്റിനകത്ത് നമുക്ക് വേറൊരു പേജ്, പുതിയൊരു പേജ് ഇൻസേർട്ട് ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ബ്ലാങ്ക് പേജ് ഉപയോഗിക്കുന്നത്. എന്താണ് ബ്ലാങ്ക് പേജ് എന്ന് വെച്ചാൽ? ഒരു ഡോക്യുമെന്റിനകത്ത് നമുക്ക് പുതിയൊരു പേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ബ്ലാങ്ക് പേജസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, പേജ് ബ്രേക്ക്. എന്താണ് പേജ് ബ്രേക്ക്? ബിഗിൻസ് എ ന്യൂ പേജ് അറ്റ് ദി കഴ്സർ പൊസിഷൻ. എന്താണ്? ബിഗിൻസ് എ ന്യൂ പേജ് അറ്റ് ദി കഴ്സർ പൊസിഷൻസ്. എന്തുവാണത്? പേജ് ബ്രേക്ക് എന്ന് വെച്ചാൽ എന്തുവാണ്? നമുക്കൊരു ഡോക്യുമെന്റിൽ 1, 2, 3 പാരഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഡോക്യുമെന്റിൽ 2, 3 പാരഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്നാമത്തെ പേജിൽ നിലനിർത്തിക്കൊണ്ട് ബാക്കി 2, 3 പാരഗ്രാഫിനെ നമുക്ക് വേറൊരു പേജിലോട്ട് മാറ്റണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്?
എന്താ ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ ലാസ്റ്റിൽ കഴ്സർ കൊണ്ട് വയ്ക്കുക. എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ ലാസ്റ്റിൽ കഴ്സർ കൊണ്ട് വെച്ചിട്ട് നമ്മൾ എന്തോ ചെയ്യണം? ഇൻസേർട്ടിൽ എവിടെ പോവുക? പേജ് ബ്രേക്കിൽ പോവുക. ഇൻസേർട്ടിൽ ചെന്ന് പേജ് ബ്രേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് വേറൊരു ഷീറ്റിലോട്ട് മാറി കിട്ടും. അതിനാണ് പേജ് ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ബിഗിൻസ് എ ന്യൂ പേജ് അറ്റ് ദി കഴ്സർ പൊസിഷൻ. കഴ്സർ പൊസിഷന് ശേഷം പുതിയൊരു പേജ് നമുക്ക് കിട്ടുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ബ്ലാങ്ക് പേജ് ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Enter ആണ്. എന്തുവാണ്? Ctrl+Enter അല്ലെങ്കിൽ എന്തുവാ? Ctrl+Return യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? 2 ഷോർട്ട് കട്ട് കീസ് ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്, പേജ് ബ്രേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണത്? Ctrl+Enterഉം Ctrl+Returnഉം. ഏതൊക്കെയാണ്? Ctrl+Enterഉം Ctrl+Returnഉം. Ctrl+Enter പറയുമ്പോൾ നമുക്ക് വേറൊരു ഷോർട്ട് കട്ട് കീ ഓർമ്മ വരും. ഏതാണത്? Shift+Enter. Shift+Enter. Shift+Enter എന്തിനാ ഉപയോഗിക്കുന്നത്? ലൈൻ ബ്രേക്കിനാണ് ഉപയോഗിക്കുന്നത്. Shift+Enter യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ലൈൻ ബ്രേക്ക്. അപ്പോൾ നമുക്ക് എക്സാമിന് ലൈൻ ബ്രേക്കിന്റെ ഷോർട്ട് കട്ട് കീ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയേണ്ടത്? Shift+Enter. നിങ്ങൾക്ക് Ctrl+Enterഉം Shift+Enterഉം കൂടി തിരിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത് ഒത്തിരി എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും. ഓക്കെ, അപ്പോൾ Ctrl+Enter എന്ന് പറയുന്നത് എന്താണ്? അത് പേജ് ബ്രേക്ക് ആണ്. Ctrl+Enter പേജ് ബ്രേക്കും Shift+Enter എന്ന് പറയുന്നത് ലൈൻ ബ്രേക്കും ആണ്. ഓക്കെ, അത് തിരിഞ്ഞു പോകരുത്. Ctrl+Enter പേജ് ബ്രേക്കും Shift+Enter ലൈൻ ബ്രേക്കും ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്താണ്? ഒന്നാമത്തെ ഗ്രൂപ്പിൽ പേജസ് ഗ്രൂപ്പ്. ആ പേജസ് ഗ്രൂപ്പിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കവർ പേജ് പറഞ്ഞു, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്. ഒന്നാമത്തെ ഗ്രൂപ്പായ പേജസ് ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ? കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്രൂപ്പായ, അതായത് രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഏത് ഗ്രൂപ്പ്? ടേബിൾ ഗ്രൂപ്പ്. എന്താണ്? ടേബിൾ ഗ്രൂപ്പ്. ഒന്നാമത്തെ ഗ്രൂപ്പ് പേജസ്, രണ്ടാമത്തെ ഗ്രൂപ്പ് ടേബിൾ ഗ്രൂപ്പ്. ഓക്കെ, there are 6 ways to create a table. നിങ്ങൾ എത്ര വിധത്തിലാണ് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയും? 6 ways. 6 തരത്തിൽ നമുക്കൊരു ടേബിൾ വേർഡിൽ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ഒന്നാമത്തത് ടേബിൾ സീക്വൻസ്. ഏതാണ്? ടേബിൾ സീക്വൻസ്. എന്താണ് ടേബിൾ സീക്വൻസ്? ഈ കാണുന്നതിനെയാണ് ടേബിൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തേത് ടേബിൾ സീക്വൻസ്. രണ്ടാമത്തേത് ഇൻസേർട്ട് ടേബിൾ. എന്തുവാണ്? ഇൻസേർട്ട് ടേബിൾ. 3 ഡ്രോ ടേബിൾ. 4 കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. എന്തുവാണ്? കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. എക്സൽ സ്പ്രെഡ്ഷീറ്റ്, ക്വിക്ക് ടേബിൾസ്. ഏതൊക്കെയാണ്? ടേബിൾ സീക്വൻസ്, ഇൻസേർട്ട് ടേബിൾ, ഡ്രോ ടേബിൾ, കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ, എക്സൽ ആൻഡ് സ്പ്രെഡ്ഷീറ്റ്, ക്വിക്ക് ടേബിൾസ്. അങ്ങനെ 6 രീതിയിലാണ് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഏതൊക്കെയാണവ? ടേബിൾ സീക്വൻസ്, ഇൻസേർട്ട് ടേബിൾ, ഡ്രോ ടേബിൾ, കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ, എക്സൽ ആൻഡ് സ്പ്രെഡ്ഷീറ്റ്, ക്വിക്ക് ടേബിൾ. അപ്പോൾ 6 തരത്തിലാണ് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നത്? വേർഡിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണ്? ടേബിൾ സീക്വൻസ് ആണ്. ഏതാണ്? ടേബിൾ സീക്വൻസ്. അതെങ്ങനെയാന്ന് നോക്കാം. ടേബിൾ സീക്വൻസ്. ഓക്കെ, നമ്മൾ ടേബിളിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് പറ്റും? നമുക്ക് ഈ ടേബിൾ സീക്വൻസ്, ഈ ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്നതിലുള്ള ടേബിൾ സീക്വൻസ്. ഇതിൽ എത്ര കോളം, എത്ര റോയും ആണ് ഉള്ളത് നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 കോളവും എത്ര റോ ഉണ്ട്? 1 2 3 4 5 6 7 8. 8 റോയും ആണ് ഉള്ളത്. 8 റോയും ആണ് ഉള്ളത്. അപ്പോൾ ടേബിൾ സീക്വൻസിൽ 10 കോളവും 8 റോയും ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. എത്ര? 10 കോളവും 8 റോയും. കോളം റോയും ഒക്കെ എങ്ങനെയാണ് നോക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? വെർട്ടിക്കൽ രീതിയിൽ വരുന്നതാണ് ഏത്? കോളം എന്ന് പറയുന്നത്. വെർട്ടിക്കൽ രീതിയിൽ വരുന്നത് കോളവും ഹൊറിസോണ്ടൽ രീതിയിൽ പോകുന്നത് റോയും ആണ്. ഓക്കെ, വെർട്ടിക്കൽ രീതിയിൽ പോകുന്നത് കോളവും ഹൊറിസോണ്ടൽ രീതിയിൽ വരുന്നത് ഏതുമാണ്? റോയും ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? 10 × 8 ഇങ്ങനെയാണ് വരുന്നത്. 8 × 10 അങ്ങനെ മാറി കൊടുക്കാൻ പാടില്ല. 10 × 8 ഫസ്റ്റ് കോളം തന്നെ വരണം. 10 × 8. അപ്പോൾ ഈ ടേബിൾ സീക്വൻസിൽ എത്ര കോളംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്? 10 കോളംസും 8 റോയും ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, ടേബിൾ സീക്വൻസിൽ 10 കോളവും 8 റോയും ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതിൽ വരുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് ഏത്? ഡ്രോ ടേബിൾ എന്ന് പറയുന്നത്. ഏതാണ്? ഡ്രോ ടേബിൾ.
Okay, while clicking on draw table option, mouse pointer turn into a pencil symbol. എന്താണ് നമ്മളൊരു ഡ്രോ ടേബിൾ നമ്മൾ മറ്റത് ഏതാണ് ഇൻസേർട്ട് ചെന്നിട്ട് നമുക്ക് ടേബിൾ സീക്വൻസ് വഴി നമുക്ക് കോളവും റോയും ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു രീതിയാണ് ഏത് ഡ്രോ ടേബിൾ, നമുക്ക് വരച്ച് ചേർക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോ ടേബിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് മൗസ് പോയിന്റർ ഏത് രൂപത്തിലാവും, പെൻസിൽ ഫോമിലോട്ട് മാറുന്നു. ഓക്കെ, ഇത് കണ്ടോ, പെൻസിൽ ഫോമിലോട്ട് മാറുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ചെറുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഇതൊക്കെ ആയിരിക്കും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വൈൽ ക്ലിക്കിംഗ് ഓൺ ഡ്രോ ടേബിൾ ഓപ്ഷൻ മൗസ് പോയിന്റർ ടേൺ ഇൻറ്റു ഏത് സിമ്പിൾ, പെൻസിൽ സിമ്പിൾ. ഓക്കെ, പെൻസിൽ സിമ്പിൾ PQ ആണ്, ഓർത്തോ. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസേർട്ട് ടേബിൾ ആണ്. ഏതാണ് ഇൻസേർട്ട് ടേബിൾ? അലോ സെലക്ട് ദി കോളം ആൻഡ് റോസ് ഫ്രം ഡയലോഗ് ബോക്സ്. ഈ ഇൻസേർട്ട് ടേബിൾ എന്താണ് ചെയ്യുന്നത്? ഇൻസേർട്ട് ടേബിളിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, കോളം റോസും എല്ലാം നമുക്ക് ഡയലോഗ് ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഓക്കെ, ഇൻസേർട്ട് ടേബിൾ. അപ്പോൾ നമുക്ക് എത്ര കോളം വേണം, എത്ര റോ വേണം എന്ന് നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്തോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസേർട്ട് ടേബിൾ വഴി നമുക്ക് എന്താണ് എത്ര കോളം വേണമെന്നോ എത്ര റോ വേണമെന്നോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള കോളം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഓക്കെ, ഡിഫോൾട്ട് നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ എന്ന് പറയുന്നത് 5. ഓക്കെ, ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ഡിഫോൾട്ട് നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ എന്ന് പറയുന്നത് എത്രയാണ്? 2. ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ എത്രയാണ്? 2 ആണ്. അപ്പോൾ 5, 2. ഓക്കെ, നമ്മുടെ ഇൻസേർട്ട് ടേബിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര റോ വേണമെന്നോ എത്ര കോളം വേണമെന്നോ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന കോളം എന്ന് പറയുന്നത് 5ഉം ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എത്രയുമാണ്? 2ഉമാണ്. ഓക്കെ, 5, 2. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇതും നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഇൻസേർട്ട് ടേബിളിൽ മാക്സിമം നമ്പർ ഓഫ് കോളം എത്രയാണ്? ഒരു ടേബിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാക്സിമം നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് എത്രയാണ്? 63 ആണ്. എത്രയാണ്? 63. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ എന്ന് പറയുന്നത് എത്രയാണ്? 32,767. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് 63ഉം മാക്സിമം നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 32,767 ആണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ? 63. അപ്പോൾ 63ക്ക് കൂടുതലുള്ള എന്താണ്, 63ൽ കൂടുതൽ വാല്യൂ ഉള്ള ഒരു നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. എന്ത് പറ്റും? ഓക്കെ, ദ നമ്പർ മസ്റ്റ് ബി ബിറ്റ്വീൻ 1 and 63. അങ്ങനെ ഒരു എന്ത് പറ്റും, അങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് അപ്പോൾ ഓപ്പൺ ആവും. അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് 63 വരെയും നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും, കോളം കൊടുക്കാൻ പറ്റും. നമ്മുടെ മാക്സിമം കോളം എന്ന് പറയുന്നത് 63 ആണ്. അപ്പോൾ ഏറ്റവും മിനിമം എത്രയായിരിക്കും? മിനിമം 1 ആണ് കേട്ടോ. മിനിമം 1. മാക്സിമം 63ഉം മിനിമം 1ഉം ആണ്. അതെന്തുവാണ്? കോളമാണ്. തിരിഞ്ഞു പോകരുത്, കോളമാണ് മാക്സിമം 63ഉം മിനിമം 1ഉം. അതുപോലെ റോ എന്ന് പറയുന്നത് മാക്സിമം എത്രയാണ്? 32,767. എത്രയാണ്? 32,767 ആണ് മാക്സിമം നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം എത്രയായിരിക്കും? മിനിമം 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് റോസ് ആണ് എത്ര? 32,767. 67 റോസ്. എന്താണ്? റോസ്. ഓക്കെ, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇപ്പോൾ 3 കാര്യങ്ങളാണ് പഠിച്ചു കഴിഞ്ഞത്. ഏതൊക്കെ? ടേബിൾ സീക്വൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു, ഇൻസേർട്ട് ടേബിൾ നോക്കി, ഡ്രോ ടേബിൾ നോക്കി. ഇനി ഏതാണ്? കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. എന്തുവാണ്? കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. നമ്മളെ പേര് തന്നെയുണ്ട്. എന്തുവാണ്? ടെക്സ്റ്റിനെ ടേബിളിലേക്ക് മാറ്റാൻ. എന്തുവാണ്? ടെക്സ്റ്റിനെ ടേബിളിലേക്ക് മാറ്റാൻ. കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. നോക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തുവാണ് കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ? എങ്ങനെയാണ് ടെക്സ്റ്റിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് കുറച്ച് കണ്ടൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ ടേബിളിലാക്കിയ കണ്ടന്റ് ആണ്. നമ്മളിത് എങ്ങനെ 1, ആപ്പിൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടന്റ് എഴുതുക എന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ സീരിയൽ നമ്പർ, ഐറ്റം, സെയിൽസ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ കോമ വെച്ച് വേർതിരിച്ചിരിക്കുന്നു. കോമ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ എടുക്കുക. അതിൽ സെപ്പറേറ്റ് ടെക്സ്റ്റ് അറ്റ് കോമാസ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏതിൽ? കോമാസ്. കാരണം നമ്മളിവിടെ കോമ വെച്ചിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. കോമാസ്. ഓക്കെ കൊടുക്കുക.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെ ടേബിളിലേക്ക് ആക്കി കിട്ടും. ഓക്കെ, അതുപോലെ നമ്മൾ ടാബ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഈ കണ്ടന്റിനെ നമ്മൾ ടാബ് ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ? സെപ്പറേറ്റ് ടെക്സ്റ്റ് അറ്റ് ടാബ്സ്. ഓക്കെ കൊടുക്കുക. എന്താ സെപ്പറേറ്റ് ടെക്സ്റ്റ് ആയിട്ട് ഏത് കൊടുക്കുക? ടാബ്സ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ ഇതുപോലെ ടേബിൾ ഫോർമാറ്റിലേക്ക് കിട്ടുന്നു. ഓക്കെ, എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? കോമാസ് ഉപയോഗിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ്, കോമാസ് ഉപയോഗിച്ചാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്തോ കോമാസ് ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ ടാബ് ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, എഴുതി ടാബ് യൂസ് ചെയ്ത് അടുത്ത വാക്ക് എഴുതി, വീണ്ടും ടാബ് യൂസ് ചെയ്ത് സെയിൽസ് അത് എഴുതി. ഏതൊക്കെയാണ്? സീരിയൽ നമ്പർ, ഐറ്റം, സെയിൽസ് നമ്മളിങ്ങനെ ടാബ് ഉപയോഗിച്ച് എഴുതി. എന്നിട്ട് നമുക്ക് ഇതിനെ ടേബിളിലേക്ക് മാറ്റണം. അപ്പോഴാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? സെപ്പറേറ്റ് ടെക്സ്റ്റ് അറ്റ് ടാബ്സ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇതുപോലെ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ആയി കിട്ടും. ഓക്കെ, അഞ്ചാമത്തെ വേ ആണ് ഏത്? എക്സൽ ആൻഡ് സ്പ്രെഡ്ഷീറ്റ്. എന്തുവാണ്? എക്സൽ ആൻഡ് സ്പ്രെഡ്ഷീറ്റ്. നമുക്ക് എക്സലിൽ കിട്ടുന്നത് കണക്ക് റോസും കോളംസും എല്ലാം നമുക്ക് എവിടെ ലഭിക്കുന്നു? വേർഡിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്? എക്സൽ ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് വേർഡിൽ തന്നെ റോസും കോളംസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സൽ ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ആറാമത്തെ വേ ആണ് ഏത്? ക്വിക്ക് ടേബിൾ. എന്തുവാണ്? ക്വിക്ക് ടേബിൾ. പെട്ടെന്ന് ടേബിളിനെ ഇട്ടാൻ വേണ്ടിയിട്ട്. അതായത് എന്തോ ആയിരിക്കും? പ്രീ ഫോർമാറ്റഡ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ക്വിക്ക് ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്വിക്ക് ടേബിൾ. ഇൻസേർട്ടിൽ നമ്മൾ എന്തോ ക്വിക്ക് ടേബിൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പ്രീ ഫോർമാറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. എന്തൊക്കെയാണ്? കാലണ്ടർ, അതുപോലെ ഡബിൾ ടേബിൾ, ടാബുലാർ ലിസ്റ്റ്, മെട്രിക്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കണ്ടന്റ് എടുക്കുക. നമുക്കൊരു കലണ്ടർ ഫോമിലുള്ള ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കലണ്ടർ ഓപ്ഷൻ കൊടുക്കുക, നമ്മളെ കണ്ടന്റ് ടൈപ്പ് ചെയ്യുക. അല്ലാതെ നമുക്ക് ആ ഫോർമാറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ ബോൾഡ് കൊടുക്കണം, ഇറ്റാലിക്സ് കൊടുക്കണം, ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് അത് ഒത്തിരി സമയം എടുക്കും. പക്ഷേ ക്വിക്ക് ടേബിൾ ഓപ്ഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്? ഈസി ആയിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്? കലണ്ടർ, ഡബിൾ ടേബിൾ, മെട്രിക്സ്, ടാബുലാർ ലിസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതിൽ അവൈലബിൾ ആണ്? ക്വിക്ക് ടേബിളിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ എത്ര രീതിയിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു? 6 രീതിയിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഏതൊക്കെയാണ് അവ? ടേബിൾ സീക്വൻസ്, ഇൻസേർട്ട് ടേബിൾ, ഡ്രോ ടേബിൾ, convert text to table, Excel and spreadsheet, quick tables. ഓക്കെ, എന്താണ്? there are 6 ways to create table. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എത്ര വേ ആണ് നമുക്കുള്ളത്? 6 രീതിയിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് അവ? ഇൻസേർട്ട് ടേബിൾ, ടേബിൾ സീക്വൻസ്, ഡ്രോ ടേബിൾ, കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ, എക്സൽ സ്പ്രെഡ്ഷീറ്റ്, ക്വിക്ക് ടേബിൾസ്. ഇൻസേർട്ട് ടേബിൾ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഏത്? ഓട്ടോ ഫിറ്റ് ബിഹേവിയർ. എന്താണ്? ഓട്ടോ ഫിറ്റ് ബിഹേവിയർ. ഇൻസേർട്ട് ടേബിൾ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഏത്? ഓട്ടോ ഫിറ്റ് ബിഹേവിയർ. ഇതിൽ ഫിക്സഡ് കോളം വിഡ്ത്താണ് എന്താണ്? ഡിഫോൾട്ടായിട്ട് എപ്പോഴും ഉണ്ടാവുന്നത് ഏതാണ്? ഫിക്സഡ് കോളം വിഡ്ത്താണ്. ഏതാണ്? ഫിക്സഡ് കോളം വിഡ്ത്താണ് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിൽ എത്ര ഓപ്ഷൻസ് ആണുള്ളത്? ഈ ഓട്ടോ ഫിറ്റ് ബിഹേവിയറിൽ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. 3 ബട്ടൺസ് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഏതൊക്കെയാണവ? ഫിക്സഡ് കോളം വിഡ്ത്ത്, ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്, ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഏതൊക്കെയാണ്? ഫിക്സഡ് കോളം വിഡ്ത്ത്, ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്, ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഓക്കെ, 3 ബട്ടൺസ് ആണ് നമുക്ക് എവിടെ അവൈലബിൾ ആയിരിക്കുന്നത്? ഓട്ടോ ഫിറ്റ് ബിഹേവിയർ. ഓട്ടോ ഫിറ്റ് ബിഹേവിയറിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന 3 ബട്ടൺസ് ആണ് ഫിക്സഡ് കോളം വിഡ്ത്ത്, ഫിക്സഡ് കോളം വിഡ്ത്ത്, ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്, ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഓക്കെ, അപ്പോൾ എന്താണ് ഫിക്സഡ് കോളം വിഡ്ത്ത്? എന്താണ് ഫിക്സഡ് കോളം വിഡ്ത്ത്? എന്താണത്? ഓക്കെ, നമ്മൾ മാർജിനിൽ ഇത് 2 മാർജിനാണെന്ന് വിചാരിക്കുക. ഈ മാർജിനകത്ത് തന്നെ ഒരു ടേബിൾ, മാർജിനകത്ത് തന്നെ ഒരു ടേബിൾ ഫിറ്റ് ആയിട്ടിരിക്കുക. അതാണ് ഏത്? ഫിക്സഡ് കോളം വിഡ്ത്ത്. നമുക്കിപ്പോൾ ഇവിടെ റോസ് കൂടിയാലും കുറഞ്ഞാലും എല്ലാം നമ്മൾ എന്തോ ആയിരിക്കും? ആ മാർജിനകത്ത് തന്നെ അത് സെറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അതായത് മാർജിനകത്ത് തന്നെ ആ കോളം വിഡ്ത്ത് എന്താണ്? കറക്റ്റ് ഇതായിട്ട് നിൽക്കും. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു റോസ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് അഡ്ജസ്റ്റ് ആയിട്ട് 3 കോളേ ഉള്ളൂ, എങ്കിലും ഇത് 2 എവിടെ ഇരിക്കും? മാർജിനകത്ത് തന്നെ സെറ്റായിട്ടിരിക്കും. ഇതിൽ വീണ്ടും നമ്മൾ റോസിൻ്റെ കോളംസിൻ്റെ എണ്ണം കൂട്ടിയാൽ കൂടി എന്ത് പറ്റും? ഇതുപോലെ തന്നെ അവിടെ ഫിറ്റ് ആയിട്ടിരിക്കും, അതിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അതാണ് ഫിക്സഡ് കോളം വിഡ്ത്ത്. ഏകദേശം അതേ ഫംഗ്ഷൻ തന്നെയാണ് ഏതും ചെയ്യുന്നത്? ഓട്ടോ ഫിറ്റ് ടു വിൻഡോയും ചെയ്യുന്നത്. പിന്നെയുള്ളത് ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്. എന്താണ് ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്? അതെന്താണ്?
അത് ടേബിള്, ചെറിയൊരു ടേബിൾ ആയിരിക്കും. നമ്മൾ കണ്ടന്റ് എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് എന്തോ ടേബിളിൻ്റെ നീളവും വീതിയൊക്കെ കൂടും. കണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത് ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 3 ഓപ്ഷൻസ്? ഫിക്സഡ് കോളം വിഡ്ത്ത്, ഫിക്സഡ് ആയിരിക്കും. കോളം വിഡ്ത്ത് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ആ പേര് തന്നെയുണ്ട്, ഫിക്സഡ് കോളം വിഡ്ത്ത് ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് കോളം വിഡ്ത്ത്. ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്. ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടന്റ് എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് ടേബിളിൽ മാറ്റം വരുന്നത്. ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്, ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഏതാണ്? ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. അങ്ങനെ 3 ബട്ടൺസ് ആണ് നമുക്ക് എവിടെ അവൈലബിൾ ആയിരിക്കുന്നത്? ഓട്ടോ ഫിറ്റ് ബിഹേവിയറിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് A tab that appears as part of Word 2007 table when inserting a table. എന്താണ്? നമ്മൾ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആകുന്ന 2 ടാബുകളാണ്. ഏതൊക്കെ? ഡിസൈനും ലേഔട്ടും. ഓക്കെ, നമുക്ക് അവൈലബിൾ ആകുന്ന, അതായത് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രം നമുക്ക് അവൈലബിൾ ആകുന്ന 2 ടാബുകളാണ്. ഏതൊക്കെ? ഡിസൈൻ ടാബും ലേഔട്ട് ടാബും. ഓക്കെ, നമ്മൾ ഒരു ടേബിൾ നമ്മൾ ഡോക്യുമെന്റിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അവൈലബിൾ ആകുന്ന 2 ടാബുകളാണ്. ഏതൊക്കെ? ഡിസൈൻ ടാബും ലേഔട്ട് ടാബും. ഏതൊക്കെയാണ്? ഡിസൈൻ ലേഔട്ട്. ഓക്കെ, ദീസ് ആർ കോമൺലി നോൺ ആസ് ടേബിൾ ടൂൾസ്. ഈ ഡിസൈനെയും ലേഔട്ട് ഇത് അല്ലാത്തപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന 2 ടാബുകളാണ് ഏത്? ഡിസൈൻ ടാബും ലേഔട്ട് ടാബും. അതുകൊണ്ട് തന്നെ ഇതിനെന്തോ അറിയപ്പെടുന്നത്? ടേബിൾ ടൂൾസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ടേബിൾ ടൂൾസ്. ഓക്കെ, ഡിസൈനും ലേഔട്ടിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ടേബിൾ ടൂൾസ് എന്നറിയപ്പെടുന്നത്. ടേബിൾ ടൂൾസ്. ഡിസൈനും ലേഔട്ട് ടാബിനെ അറിയപ്പെടുന്നതാണ് ടേബിൾ ടൂൾസ്. വിച്ച് ടേബിൾ ഈസ് യൂസ്ഡ് ഫോർ ഫോർമാറ്റിംഗ് എ ടേബിൾ? ടേബിൾ ഫോർമാറ്റ് ചെയ്യാനാണ് ഏത് ടാബ് ഉപയോഗിക്കുന്നത്? ഡിസൈൻ ടാബ് ഉപയോഗിക്കുന്നത്. ടേബിളിൽ എന്തെങ്കിലും ഫോർമാറ്റിംഗ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഡിസൈൻ ടാബ് ഉപയോഗിക്കുന്നത്. അതുപോലെ എന്താണ്? അറേഞ്ച് ചെയ്യാൻ, ടേബിളിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ടാബ് ഉപയോഗിക്കുന്നത്? ലേഔട്ട് ടാബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടേബിളിന് ഫോർമാറ്റിംഗ് വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യാനാണ് നമ്മൾ ഡിസൈൻ ടാബും, ടേബിളിനെ അറേഞ്ച് ചെയ്യാൻ ലേഔട്ട് ടാബും ഉപയോഗിക്കുന്നു. ഓക്കെ, എന്താണ്? 2 ടാബുകളാണ്. അതായത് നമ്മളൊരു ഡോക്യുമെന്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആകുന്ന 2 ടാബുകളാണ് ഡിസൈൻ ടാബും ലേഔട്ട് ടാബും. ഓക്കെ, എന്തൊക്കെയാണ്? ഡിസൈൻ ആൻഡ് ലേഔട്ട് ടാബ്. അതിൽ ഈ 2 ടാബിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്തോ പറയും? ടേബിൾ ടൂൾസ് എന്നറിയപ്പെടുന്നു. എന്താണ്? ടേബിൾ ടൂൾസ്. അതുപോലെ ഡിസൈൻ ടാബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടേബിൾ ഫോർമാറ്റിങ്ങിനാണ് ഡിസൈൻ ടാബ് യൂസ് ചെയ്യുന്നത്. ടേബിൾ ഫോർമാറ്റിങ്ങിനാണ് ഏത് ടാബ് യൂസ് ചെയ്യുന്നത്? ഡിസൈൻ ടാബ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടേബിളിനെ അറേഞ്ച് ചെയ്യാനാണ് ഏത് ടാബ്? ലേഔട്ട് ടാബ്. ടേബിളിനെ അറേഞ്ച് ചെയ്യാൻ ഏത് ടാബ് യൂസ് ചെയ്യുന്നത്? ലേഔട്ട് ടാബ് യൂസ് ചെയ്യുന്നു. അതുപോലെ ലേഔട്ട് ടാബിലുള്ള ഒരു ഓപ്ഷനാണ് ഏത്? ഫോർമുല എന്ന് പറയുന്നത്. അതായത് ഡിസൈനിൽ ലേഔട്ട് ടാബിൽ ആക്റ്റീവ് ആകുമ്പോൾ, അതായത് ഒരു ഡോക്യുമെന്റിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിസൈനും ലേഔട്ടും 2 ടാബുകൾ അവിടെ ഓപ്പൺ ആവുന്നു. അപ്പോൾ ആ ടൈമിൽ ലേഔട്ട് ടാബിലാണ് നമുക്ക് ഏത് കിട്ടുന്നത്? ലേഔട്ട് ടാബിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഏത്? ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷൻസ്. ഏതാണ്? ഫോർമുല. എത്ര ഫോർമുലാസ് ആണ് നമുക്ക് വേർഡിൽ അവൈലബിൾ ആയിരിക്കുന്നത്? കാരണം നമ്മൾ എക്സലിലാണ് ഈ ഫോർമുലാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ വേർഡിലും ഫോർമുല അവൈലബിൾ ആണ്. ഏതിൽ? ലേഔട്ട് ടാബ് എടുക്കുമ്പോൾ നമുക്ക് ഫോർമുലാസ് അവൈലബിൾ ആണ്. ഓപ്ഷൻ ടു പെർഫോം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ സിമിലർ ടു എക്സൽ ഷീറ്റ് ഇൻ എ ടേബിൾ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തോ പറയും? ഫോർമുല. എന്താണ്? ഫോർമുല. അങ്ങനെ എത്ര ഫോർമുല ആണ് വേർഡിൽ അവൈലബിൾ ആയിരിക്കുന്നത്? 18 ഫോർമുല, 18 ഫോർമുലാസ് ആണ് നമുക്ക് വേർഡിൽ അവൈലബിൾ ആയിരിക്കുന്നത്. എത്രയാണ്? 18. ഓക്കെ, നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് കീസ് പഠിക്കാം. ഏതൊക്കെയാണ്? ടു മൂവ് ടു ദി നെക്സ്റ്റ് സെൽ ഇൻ എ റോ. റോയുടെ നെക്സ്റ്റ് സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ടാബാണ് യൂസ് ചെയ്യുന്നത്. ടു മൂവ് ടു ദി നെക്സ്റ്റ് സെൽ ഇൻ എ റോ ഏതാ യൂസ് ചെയ്യുന്നത്? ടാബ്. അതുപോലെ ടു മൂവ് ദി പ്രീവിയസ് സെൽ ഇൻ എ റോ, റോയുടെ പ്രീവിയസ് സെല്ലിലേക്ക് മാറാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഷിഫ്റ്റ് പ്ലസ് ടാബ്. അപ്പോൾ ടാബ് എന്തിനാണ്? ടു മൂവ് ടു ദി നെക്സ്റ്റ് സെൽ ഇൻ എ റോ. റോയുടെ നെക്സ്റ്റ് സെല്ലിലേക്ക് മാറാൻ ടാബും
പ്രീവിയസ് സെല്ലിലേക്ക് മാറാൻ ഏതാണ് ഷിഫ്റ്റ് പ്ലസ് ടാബും യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെയാണ് ആ രണ്ടെണ്ണം? ടു മൂവ് ടു ദി നെക്സ്റ്റ് സെല്ലിനെ റോയുടെ കാര്യമാണ് പറയുന്നത്, അത് തിരിഞ്ഞു പോകരുത്. ടു മൂവ് ടു ദി നെക്സ്റ്റ് സെല്ലിനെ റോ ആണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ടാബ് യൂസ് ചെയ്യണം. അതുപോലെ ടു മൂവ് ടു ദി പ്രീവിയസ് സെല്ലിനെ റോ, പ്രീവിയസ് സെല്ലിലേക്ക് മാറാൻ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഷിഫ്റ്റ് പ്ലസ് ടാബ് യൂസ് ചെയ്യണം. ഏതാണ്? ഷിഫ്റ്റ് പ്ലസ് ടാബ്. മുന്നോട്ട് പോകാൻ ഏതാണ്? നെക്സ്റ്റ് സെല്ലിലേക്ക് പോകാൻ ടാബും പ്രീവിയസ് സെല്ലിലേക്ക് പോകാൻ ഏതാണ്? ഷിഫ്റ്റ് പ്ലസ് ടാബും ആണ് യൂസ് ചെയ്യുന്നത്. റോയുടെ കാര്യമാണ്. അതുപോലെ ടു മൂവ് ടു ദി ഫസ്റ്റ് സെൽ ഇൻ എ റോ, റോയുടെ ഫസ്റ്റ് സെല്ലിൽ പോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഓൾട്ട് പ്ലസ് ഹോം ആണ്. ഹോം. ഓക്കെ, ഓൾട്ട് പ്ലസ് ഹോം. എന്താണ്? ടു മൂവ് ടു ദി ഫസ്റ്റ് സെൽ ഇൻ എ റോ, റോയുടെ ഫസ്റ്റ് സെല്ലിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓൾട്ട് പ്ലസ് ഹോം. ഏതാണ്? ഓൾട്ട് പ്ലസ് ഹോം. ഓക്കെ, നമ്മൾ ഹോം എന്നുള്ളത് ഓർക്കുക. നമ്മുടെ ഫസ്റ്റ് സെല്ലിൽ പോകാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഹോം. ഓൾട്ട് പ്ലസ് ഹോം. അതുപോലെ ടു മൂവ് ടു ദി ലാസ്റ്റ് സെൽ ഇൻ എ റോ, റോയുടെ ലാസ്റ്റ് സെല്ലിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ഓൾട്ട് പ്ലസ് എൻഡ് ആണ് ഉപയോഗിക്കുന്നത്, ലാസ്റ്റ് വരാൻ. അതുകൊണ്ട് എൻഡ്. ഓക്കെ, ടു മൂവ് ടു ദി ലാസ്റ്റ് സെൽ ഇൻ എ റോ, റോയുടെ ലാസ്റ്റ് സെല്ലിൽ വരാൻ വേണ്ടിയിട്ട് ഓൾട്ട് പ്ലസ് എൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്ര റോയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. റോയിൽ ടു മൂവ് ടു ദി നെക്സ്റ്റ് സെല്ലിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടാബ് ഉപയോഗിച്ചു. പ്രീവിയസ് സെല്ലിൽ വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്ലസ് ടാബ് യൂസ് ചെയ്തു. അതുപോലെ ഫസ്റ്റ് സെല്ല്, റോയുടെ ഫസ്റ്റ് സെല്ലിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ട് പ്ലസ് ഹോം യൂസ് ചെയ്തു. അതുപോലെ ലാസ്റ്റ് സെല്ലിൽ വരാൻ വേണ്ടിയിട്ട് ഏതാണ്? ഓൾട്ട് പ്ലസ് എൻഡ് യൂസ് ചെയ്തു. ഏതാണ്? ഏറ്റവും ലാസ്റ്റ് വരെ എൻഡ്. ഓൾട്ട് പ്ലസ് എൻഡ്. ഓൾട്ട് ആണെന്നുള്ളത് ഓർത്തുകൊള്ളുക. ഓൾട്ട് പ്ലസ് എൻഡ്. ടു മൂവ് ടു ദി ലാസ്റ്റ് സെല്ലിനെ റോ എന്ന് പറയുന്നത് ഏതാണ്? ഓൾട്ട് പ്ലസ് എൻഡ് ആണ്. അപ്പോൾ നമ്മൾ കൺട്രോൾ പ്ലസ് എൻഡ് എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്? ഓൾട്ട് പ്ലസ് എൻഡ് എന്നാണ് പറഞ്ഞത്. ഏതാണ്? ഓൾട്ട് പ്ലസ് എൻഡ്. അപ്പോൾ കൺട്രോൾ പ്ലസ് എൻഡ് എന്താണ്? എന്താണ് കൺട്രോൾ പ്ലസ് എൻഡ്? മൂവ് ദ കഴ്സർ ടു ദി എൻഡ് ഓഫ് എ ഡോക്യുമെന്റ്. ഡോക്യുമെന്റിന്റെ എൻഡിൽ വരാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? കൺട്രോൾ പ്ലസ് എൻഡ് യൂസ് ചെയ്യുന്നത്. എന്താണ്? കഴ്സർ പോയിന്റ് ഡോക്യുമെന്റിന്റെ എൻഡിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ പ്ലസ് എൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾട്ട് പ്ലസ് എൻഡ് എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് സെൽ ഇൻ എ റോ. ഏതാണ്? ലാസ്റ്റ് സെൽ ഇൻ എ റോ. ഇനി നമുക്ക് കോളത്തിന്റെ കാര്യം പറയാം. എന്താണ്? ടു മൂവ് ടു ദി ഫസ്റ്റ് സെൽ ഇൻ എ കോളം. കോളത്തിന്റെ ഫസ്റ്റ് സെല്ലിൽ വരാൻ വേണ്ടിയിട്ട് ഏതാണ്? ഓൾട്ട് പ്ലസ് പേജ് അപ്പ്. എന്താണ്? ഓൾട്ട് പ്ലസ് പേജ് അപ്പ്. എന്താണ്? ടു മൂവ് ടു ദി ഫസ്റ്റ് സെല്ലിനെ കോളം. കോളത്തിന്റെ ഫസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഓൾട്ട് പ്ലസ് പേജ് അപ്പ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ഓൾട്ട് പ്ലസ് പേജ് അപ്പ്. അതുപോലെ ടു മൂവ് ടു ദി ലാസ്റ്റ് സെല്ലിനെ കോളം. കോളത്തിന്റെ ലാസ്റ്റ് സെല്ലിലേക്ക് മൂവ് ചെയ്യാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഓൾട്ട് പ്ലസ് പേജ് ഡൗൺ യൂസ് ചെയ്യുന്നത്. എന്താണ്? ഓൾട്ട് പ്ലസ് പേജ് ഡൗൺ. എന്താണ്? ഫസ്റ്റ് സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓൾട്ട് പ്ലസ് പേജ് അപ്പും ലാസ്റ്റ് സെല്ലിലേക്ക് വരാൻ വേണ്ടി, കോളത്തിന്റെ ലാസ്റ്റ് സെല്ലിലേക്ക് വരാൻ വേണ്ടി ഓൾട്ട് പ്ലസ് പേജ് ഡൗണും ആണ് യൂസ് ചെയ്യുന്നത്. ടു മൂവ് ടു ദി പ്രീവിയസ് റോ, പ്രീവിയസ് റോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പ് ആരോയും, ടു മൂവ് ടു ദി നെക്സ്റ്റ് റോ, നെക്സ്റ്റ് റോയിൽ പോകാൻ ഡൗൺ ആരോയും യൂസ് ചെയ്യും. ഏതാണ്? ടു മൂവ് ടു ദി പ്രീവിയസ് റോ അപ്പ് ആരോ, ടു മൂവ് ടു ദി നെക്സ്റ്റ് റോ ഏതാണ്? ഡൗൺ ആരോ. ഓക്കെ, നമുക്കിപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യനും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം കൂടി നമുക്കൊന്ന് നോക്കാം. ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ. Default number of rows in a table. Option A 5, option B 2, option C 3 and option D 4. എന്താണ് ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത്? എത്രയാണ്? 2 ആണ്. ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഡിഫോൾട്ട് നമ്പർ ഓഫ് കോളംസ് എത്രയായിരിക്കും? 5 ആണ്. ഡിഫോൾട്ട് നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് എത്രയാണ്? 5ഉം ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2 ആണ്. The place in our document where one page ends and a new page begins. Option A, auto text. Option B, footnote. Option C, endnote. Option D, page break. ഏതാണ്? The place in our document where one page ends and a new page begins. ഏതാണ്? പേജ് ബ്രേക്ക് ആണ്. നമ്മൾ പറഞ്ഞു നമുക്കൊരു ഡോക്യുമെന്റിൽ 1-2 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ നമുക്കതിൽ എന്താണ് അതിൽ അവസാനത്തെ 2 പാരഗ്രാഫിനെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാരഗ്രാഫിനെയോ നമുക്ക് വേറൊരു ഡോക്യുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്? പേജ് ബ്രേക്ക് എന്ന് പറയുന്നത്.
അതാണ് ദ പ്ലേസ് ഇൻ അവർ ഡോക്യുമെന്റ് വെയർ ഓൺ പേജ് എൻഡ്സ് ആൻഡ് എ ന്യൂ പേജ് ബിഗിൻസ്. ഒരു പേജ് അവസാനിച്ച് പുതിയൊരു പേജ് ബിഗിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്, പേജ് ബ്രേക്ക് എന്ന് പറയുന്നത്. ദി ഹൊറിസോണ്ടൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ ഇൻ എ ടേബിൾ. ഓപ്ഷൻ എ റോ, ഓപ്ഷൻ ബി സെൽ, ഓപ്ഷൻ സി കോളം ആൻഡ് ഓപ്ഷൻ ഡി ടാബ്. എന്താണ് ദ ഹൊറിസോണ്ടൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ ഇൻ എ ടേബിൾ. ഹൊറിസോണ്ടൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ ഇൻ എ ടേബിൾ എന്ന് പറയുന്നത് ഏതാണ്, റോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടൽ റെപ്രസെന്റേഷൻ ആകുമ്പോൾ റോയും വെർട്ടിക്കൽ റെപ്രസെന്റേഷൻ ആകുമ്പോൾ വെർട്ടിക്കൽ അതിനെ കോളം എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇത് ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദ ഹൊറിസോണ്ടൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ ഇൻ എ ടേബിൾ എന്ന് പറയുന്നത് ഏതാണ്, റോ. അപ്പോൾ വെർട്ടിക്കൽ റെപ്രസെന്റേഷൻ എന്ന് ചോദിക്കുവാണെങ്കിൽ ഏതാണ്, കോളം. കൺട്രോൾ പ്ലസ് എൻ്റർ കീ ഈസ് ദി ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട്. ഓപ്ഷൻ എ ടേബിൾ, ഓപ്ഷൻ ബി പിക്ചർ, ഓപ്ഷൻ സി ക്ലിപ്പ് ആർട്ട് ആൻഡ് ഓപ്ഷൻ ഡി പേജ് ബ്രേക്ക്. എന്താണ് കൺട്രോൾ പ്ലസ് എൻ്റർ കീ, ഏതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്, പേജ് ബ്രേക്കിന്റെ ഷോർട്ട് കട്ട് കീ ആണ്. ഏതാണ്, കൺട്രോൾ പ്ലസ് എൻ്റർ കീ. മാക്സിമം നമ്പർ ഓഫ് കോളംസ് ക്യാൻ ബി സെലക്ടഡ് ബൈ യൂസിങ് ഇൻസേർട്ട് ടേബിൾ ഡയലോഗ് ബോക്സ് ഇൻ MS Word. ഓപ്ഷൻ എ 53, ഓപ്ഷൻ ബി 58, ഓപ്ഷൻ സി 63 ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ് മാക്സിമം നമ്പർ ഓഫ് കോളംസ്, എന്താണ് മാക്സിമം നമ്പർ ഓഫ് കോളംസ് ക്യാൻ ബി സെലക്ടഡ് ബൈ യൂസിങ് ഇൻസേർട്ട് ടേബിൾ ഡയലോഗ് ബോക്സ്. നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് കോളംസ് എത്രയാണ്, 63 ആണ്. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് കോളം എത്രയാണ്, 63 ആണ്. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് റോ എത്രയാണ്, 32,767. ഓക്കെ, ക്വിക്ക് ടേബിൾസ് ക്യാൻ ബി ഇൻസേർട്ടഡ് ബൈ ക്ലിക്കിംഗ് ഓൺ ഓഫ് ദി ഫോളോയിങ് ഇൻ ഓർഡർ. ഏതാണ് ക്വിക്ക് ടേബിൾസ്? ഓപ്ഷൻ എ ഇൻസേർട്ട് ടേബിൾ, ഇൻസേർട്ട് ടേബിൾ, ക്വിക്ക് ടേബിൾ. അതുപോലെ ഓപ്ഷൻ ബി ഇൻസേർട്ട് ടേബിൾ, ക്വിക്ക് ടേബിൾ, ഇൻസേർട്ട് ടേബിൾ. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻ 3-4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ക്വിക്ക് ടേബിൾ ക്യാൻ ബി ഇൻസേർട്ടഡ് ബൈ ക്ലിക്കിംഗ് ഓൺ ഓഫ് ദ ഫോളോയിങ് ഇൻ ഓർഡർ. ഓർഡറിൽ എങ്ങനെയാണ് നമ്മൾ ക്വിക്ക് ടേബിൾ എടുക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ക്വിക്ക് ടേബിൾ എടുക്കുന്നത്? ഇൻസേർട്ട് നമ്മൾ ആദ്യം എവിടെ പോകും, നമ്മൾ ക്വിക്ക് ടേബിൾ ഉള്ളത് എവിടെയാണ്, ഇൻസേർട്ട് ടാബിലാണ് ഉള്ളത്. അപ്പോൾ ഇൻസേർട്ട് ടാബിൽ ചെല്ലുന്നു, പിന്നെ അവിടെ ഏത് ഗ്രൂപ്പിലാണ്, രണ്ടാമത്തെ ഗ്രൂപ്പായ ടേബിൾ ഗ്രൂപ്പിൽ ക്വിക്ക് ടേബിൾ. ഓക്കെ, എങ്ങനെയാണ് ടാബ് ഏതാണ്, ഇവിടെ എത്ര ക്വസ്റ്റ്യൻ ആണ് വന്നത്, 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ 3ആയിട്ടും ചോദിക്കുന്ന ആ ക്വസ്റ്റ്യന് ഒറ്റ ക്വസ്റ്റ്യനിലായിട്ടാണ് വന്നിരിക്കുന്നത്. ടാബ് ഏതെന്ന് ചോദിച്ചാൽ ഇൻസേർട്ട് ടാബ്, 3 അല്ല 2 ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്ന്. ടാബ് ഏതെന്ന് ചോദിച്ചാൽ ഇൻസേർട്ട് ടാബ്, ഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ ടേബിൾ ഗ്രൂപ്പ്. അങ്ങനെ ഈ 2 ക്വസ്റ്റ്യനും കൂടെ ചേർത്തിട്ടാണ് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിക്കൂടെ, ഇതെല്ലാം നമ്മളപ്പോൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പോൾ ക്വിക്ക് ടേബിൾ എങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, ഇൻസേർട്ട് ടാബ്, ടേബിൾ ഗ്രൂപ്പ്, ക്വിക്ക് ടേബിൾ. ഓക്കെ, വാട്ട് സിമ്പിൾ ഡസ് ദ മൗസ് പോയിന്റർ ടേൺ ഇൻറ്റു വെൻ സെലക്ടിങ് ദ ഡ്രാ ടേബിൾ ഓപ്ഷൻ? എന്താണ്? ഓപ്ഷൻ എ പെൻസിൽ, ഓപ്ഷൻ ബി വൈറ്റ് പോയിന്റിംഗ് ആരോ, ഓപ്ഷൻ സി ബ്ലാക്ക് പോയിന്റിംഗ് ആരോ ആൻഡ് ഓപ്ഷൻ ഡി ബ്ലാക്ക് പ്ലസ്. എന്താണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്, മൗസ് പോയിന്റർ ഏത് സിമ്പിളിലാണ് വരുന്നത്, ഏതെടുക്കുമ്പോൾ, ഡ്രോ ടേബിൾ ഓപ്ഷൻ എടുക്കുമ്പോൾ. ഡ്രോ ടേബിൾ ഓപ്ഷൻ എടുക്കുമ്പോൾ മൗസ് പോയിന്റർ എന്തോ ആവുന്നു, പെൻസിൽ ഫോമിലേക്ക് മാറുന്നു, പെൻസിൽ സിമ്പിളിലേക്ക് മാറുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ കീബോർഡ് ഷോർട്ട് കട്ട് ടു ആക്സസ് ദ ഇൻസേർട്ട് ടാബ് ഇൻ വേർഡ്? വേർഡിൽ ഇൻസേർട്ട് ടാബ് ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്താണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഏതാണ്? Alt+I, Alt+N, Alt+T, Alt+P. ഏതാണ്? Alt+N. ഹൗ മെനി ഗ്രൂപ്പ്സ് ആർ ദെയർ ഇൻ ദ ഇൻസേർട്ട് ടാബ്? ഇൻസേർട്ട് ടാബിൽ എത്ര ഗ്രൂപ്പുകളാണുള്ളത്? ഓക്കെ, 7 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഇൻസേർട്ട് ടാബിൽ 7 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പോൾ ഹോം ടാബിൽ എത്ര ഗ്രൂപ്പാണുള്ളത്? ഹോം ടാബിൽ 5 ഗ്രൂപ്പാണ് ഉള്ളത്. ഓക്കെ, അത് മാറിപ്പോരുത്. ഹോം ടാബിൽ 5 ഗ്രൂപ്പും ഇൻസേർട്ട് ടാബിൽ 7 ഗ്രൂപ്പുമാണ് ഉള്ളത്. വിച്ച് ഗ്രൂപ്പ് ഇൻ ദ ഇൻസേർട്ട് ടാബ് അലോസ് യു ടു ഇൻസേർട്ട് എ കവർ പേജ്? കവർ പേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഏതാണ്? ഓപ്ഷൻ എ ടേബിൾസ്, ഓപ്ഷൻ ബി പേജസ്, ഓപ്ഷൻ സി ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി ലിങ്ക്സ്. ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? കവർ പേജ് എടുക്കാനായിട്ട് പേജസ്. ഏത് ഗ്രൂപ്പ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ പേജസ് എടുത്തിരിക്കുന്നത്? ഏതിലാണ്? ഇൻസേർട്ട് ടാബിൽ. എങ്ങനെയാണ് അത് നോക്കുന്നത്? ഇൻസേർട്ട് ടാബിൽ 1ാമത്തെ ഗ്രൂപ്പായ പേജസ് ഗ്രൂപ്പിലാണ് നമ്മൾ ഏതൊക്കെ എടുത്തത്? കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്, ഇതെല്ലാം എടുത്തത്.
What is the function of page break option in the pages group? What is the function of page break option in the pages group? Option A, insert a new table. Insert a blank page. Option C, begins a new page at the cursor position. And option D, adds a header or footer. ഓക്കെ, എന്താണിത്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പേജ് ബ്രേക്ക് ഓപ്ഷൻസ് ഇൻ ദ പേജസ് ഗ്രൂപ്പ്? എന്താണ്? അതായത് പേജ് ബ്രേക്ക് ഓപ്ഷൻ എന്തിനാണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേജ് ബ്രേക്കിന്റെ ഫംഗ്ഷൻ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ ഫംഗ്ഷൻസ്? ബിഗിൻസ് എ ന്യൂ പേജ് അറ്റ് ദി കഴ്സർ പൊസിഷൻ. എന്താണ് കഴ്സർ പൊസിഷന്? അവിടെ വെച്ചിട്ട് നമുക്ക് എന്താണ് ബിഗിൻസ് എ ന്യൂ പേജ്. ഓക്കെ, കഴ്സർ പൊസിഷന് ശേഷമുള്ള പാരഗ്രാഫിന് നമുക്ക് പുതിയൊരു പേജ് കിട്ടുന്നു. ഓക്കെ, കഴ്സർ പൊസിഷന് ശേഷമുള്ളത്, അതായത് നമുക്കിപ്പോൾ ഇവിടെ 1, 2, 3 പാരഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റിൽ കഴ്സർ പൊസിഷൻ വെച്ചിരിക്കുവാണ്. അവിടെ വെച്ചിട്ട് നമ്മൾ എന്തോ പേജ് ബ്രേക്ക് ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 പാരഗ്രാഫ് എവിടെ പോകുന്നു? നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബിഗിൻസ് എ ന്യൂ പേജ് അറ്റ് ദി കഴ്സർ പൊസിഷൻ. വാട്ട് ഇസ് ദ കീബോർഡ് ഷോർട്ട് കട്ട് ടു ഇൻസർട്ട് എ പേജ് ബ്രേക്ക്? അത് തന്നെയാണ് അതിന്റെ ഷോർട്ട് കട്ട് കീ. എന്താണ് പേജ് ബ്രേക്കിന്റെ? കൺട്രോൾ പ്ലസ് എൻ്റർ. എന്താണ് കൺട്രോൾ പ്ലസ് എൻ്റർ. ഹൗ മെനി വേസ് ആർ ദെയർ ടു ക്രിയേറ്റ് എ ടേബിൾ ഇൻ ടേബിൾസ് ഗ്രൂപ്പ്? എത്ര വേയിൽ നമുക്ക് ടേബിൾ ഗ്രൂപ്പിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വേയിലാണ് നമുക്ക് കഴിയുന്നത്? 6 രീതിയിൽ. 6 രീതിയിലാണ് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഏതൊക്കെയാണ്? ഇൻസർട്ട് ടേബിൾ, ടേബിൾ സീക്വൻസ്, ഡ്രോ ടേബിൾ, എക്സൽ ആൻഡ് സ്പ്രെഡ്ഷീറ്റ്, ക്വിക്ക് ടേബിൾസ്, അങ്ങനെ 6 വിധത്തിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, വിച്ച് ഓപ്ഷൻ ഇൻ ദ ടേബിൾസ് ഗ്രൂപ്പ്സ് അലോസ് യു ടു ഡ്രോ എ ടേബിൾ വിത്ത് പെൻസിൽ ടൂൾ? ഏതാണത്? ഇൻസർട്ട് ടേബിൾ, ഡ്രോ ടേബിൾ, ക്വിക്ക് ടേബിൾ, കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. ഏതാണ്? പെൻസിൽ ഓപ്ഷൻ വരുന്നത് ഏതായിരിക്കും? ഡ്രോ ടേബിൾ. വരയ്ക്കാനാണല്ലോ നമ്മൾ പെൻസിലും പേനയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡ്രോ ടേബിളിനാണ് ഏത് യൂസ് ചെയ്യുന്നത്? പെൻസിൽ ടൂൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ? വാട്ട് ഈസ് ദ ഡിഫോൾട്ട് നമ്പർ ഓഫ് കോളംസ്? കോളംസിന്റെ ഡിഫോൾട്ട് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് കോളത്തിന്റെ ഡിഫോൾട്ട് നമ്പർ എന്ന് പറയുന്നത്? 5 ആണ്. ഓക്കെ, 5. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ? എന്താണ് ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത്? എത്രയാണ്? 2 ആണ്. ഓക്കെ, ഡിഫോൾട്ട് നമ്പർ കോളം 5ഉം ഡിഫോൾട്ട് നമ്പർ ഓഫ് റോ എന്ന് പറയുന്നത് 2ഉമാണ്. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളം ഇൻ എ ടേബിൾ ഇൻ വേർഡ്? എന്താണ്? വാട്ട് ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് കോളം ഇൻ എ ടേബിൾ ഇൻ വേർഡ്? എത്രയാണ് മാക്സിമം നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത്? 63 ആണ്. 63. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ? നമ്മൾ ഇതെല്ലാം നേരത്തെ പറഞ്ഞതായിരുന്നു. എത്രയാണ് മാക്സിമം നമ്പർ എന്ന് പറയുന്നത്? ഓക്കെ, ഓപ്ഷൻ ഡി, 32,767. ഇൻ എ 6x2 ടേബിൾ ഹൗ മെനി കോളംസ് ആൻഡ് റോസ് ആർ ദെയർ ഇൻ റെസ്പെക്റ്റീവ്ലി? എങ്ങനെയാണ് 6x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് ഇതിനെ കണക്കാക്കുന്നത്? 6x2 മാത്രമല്ല, ഏത് നമ്പറും ഇങ്ങനെ ഇൻറ്റു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കണക്കാക്കുന്നത്? 6 കോളം ആൻഡ് 2 റോസ്. ഓപ്ഷൻ ബി, 6 കോളമായിട്ടും 2 റോ ആയിട്ടുമാണ് നമ്മൾ കണക്കാക്കുന്നത്. ഫസ്റ്റ് എന്തോ ആയിരിക്കണം? കോളം ആയിരിക്കണം. സെക്കൻഡ് റോ. വിച്ച് ഓട്ടോ ഫിറ്റ് ബിഹേവിയർ ഓപ്ഷൻ അഡ്ജസ്റ്റ് ദ കോളം വിഡ്ത്ത് ടു ഫിറ്റ് ദ കണ്ടന്റ്? ഏതാണ് വിച്ച് ഓട്ടോ ഫിറ്റ് ബിഹേവിയർ? ഓപ്ഷൻ എ ഫിക്സഡ് കോളം വിഡ്ത്ത്, ഓപ്ഷൻ ബി ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്, ഓപ്ഷൻ സി ഓട്ടോ ഫിറ്റ് ടു വിൻഡോ ആൻഡ് ഓപ്ഷൻ ഡി മാനുവൽ അഡ്ജസ്റ്റ്മെന്റ്. എന്താണ്? വിച്ച് ഓട്ടോ ഫിറ്റ് ബിഹേവിയർ ഓപ്ഷൻ അഡ്ജസ്റ്റ് ദ കോളം വിഡ്ത്ത് ടു ദി ഫിറ്റ് ടു ദി കണ്ടന്റ്? കണ്ടന്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ ഏതാണ് ഉപയോഗിക്കുന്നത്? ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടന്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്. നമ്മൾ ടേബിളിൽ നമ്മൾ കണ്ടന്റ് എൻട്രി ചെയ്യുന്നതിനനുസരിച്ച് ടേബിൾ അഡ്ജസ്റ്റ് ആയി വരുന്നതിനെ. ഓക്കെ, വിച്ച് ടാബ് അപ്പിയേഴ്സ് ആസ് പാർട്ട് ഓഫ് വേർഡ് 2007 ടേബിൾ വെൻ ഇൻസർട്ടിങ് എ ടേബിൾ? ഓപ്ഷൻ എ ഹോം, option B design, option C insert and option D reference. Which tab appears as a part of word 2007 table when inserting a table? അതായത് ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അപ്പിയർ ആവുന്ന ടാബ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടാബാണ്? ഡിസൈൻ ടാബ്. ഡിസൈനും അതിൻ്റെ കൂടെയുള്ള മറ്റൊരു ടാബാണ് ഏത്? ലേ ഔട്ട്. അപ്പോൾ ഒരു ടേബിൾ ഇൻസേർട്ട് ആകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന 2 ടാബുകളാണ് ഡിസൈനും ലേ ഔട്ടും. ഏതൊക്കെയാണ്? ഡിസൈനും ലേ ഔട്ടും.
Which tab is used for formatting a table in Word? Which tab is used for formatting a table in Word? ഏതൊക്കെയാണ്? ലേഔട്ട്, ഡിസൈൻ, റെഫറൻസ്, റിവ്യൂ. ഏതാണ്? ഡിസൈൻ. ടേബിൾ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടാബാണ് യൂസ് ചെയ്യുന്നത്? ഡിസൈൻ ടാബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ഫോർ അറേഞ്ചിങ് എ ടേബിൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഏതാണ്? ലേഔട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈനും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ലേഔട്ടും ആണ് യൂസ് ചെയ്യുന്നത്. ലേഔട്ട് ടാബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. വിച്ച് ഈസ് ദ ഓപ്ഷൻ ടു പെർഫോം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ സിമിലർ ടു എക്സൽ ഇൻ ദ ടേബിൾസ് ഗ്രൂപ്പ്? വിച്ച് ഓപ്ഷൻ? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഫങ്ഷൻസ്, ഓപ്ഷൻ ബി ഫോർമുലാസ്, ഓപ്ഷൻ സി കാൽക്കുലേഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഇക്വേഷൻസ്. ഏതാണ്? ഫോർമുലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഓപ്ഷൻ ടു പെർഫോം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് സിമിലർ ടു എക്സൽ ഇൻ ദ ടേബിൾ ഗ്രൂപ്പ്? ടേബിൾ ഗ്രൂപ്പിൽ എക്സലും ആയിട്ട് സിമിലർ ആയിട്ടുള്ളത് ഏത്? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിമിലർ ആയിട്ടുള്ളത് ഏത് ഓപ്ഷനാണ്? ഫോർമുലാസ് ആണ്. വിച്ച് കീ ഡു യു പ്രസ് ടു മൂവ് ടു ദി നെക്സ്റ്റ് സെൽ ഇൻ എ റോ? ഏതൊക്കെയാണ്? എൻ്റർ, ടാബ്, ഷിഫ്റ്റ് പ്ലസ് ടാബ്, കൺട്രോൾ പ്ലസ് ടാബ്. ഏതാണ്? ടാബാണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ടാബ്. വിച്ച് കീ ഡു യു പ്രസ് ടു മൂവ് ടു ദി നെക്സ്റ്റ് സെൽ ഇൻ എ റോ? ഏതാണ്? ടാബ്. വിച്ച് കീ കോമ്പിനേഷൻ മൂവ്സ് ദ കഴ്സർ ടു ദി പ്രീവിയസ് സെൽ ഇൻ എ റോ? പ്രീവിയസ് സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഷിഫ്റ്റ് പ്ലസ് ടാബ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്? ഷിഫ്റ്റ് പ്ലസ് ടാബ്. നെക്സ്റ്റ് സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാബും പ്രീവിയസ് സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്ലസ് ടാബും ആണ് യൂസ് ചെയ്യുന്നത്. ടു മൂവ് ടു ദി ഫസ്റ്റ് സെൽ ഇൻ എ റോ വിച്ച് കീ കോമ്പിനേഷൻ ഷുഡ് യു യൂസ്? ഏതൊക്കെയാണ്? ഓൾട്ട് പ്ലസ് ഹോം, ഓൾട്ട് പ്ലസ് എൻ്റർ, ഓൾട്ട് പ്ലസ് പേജ് അപ്പ് ആൻഡ് ഓൾട്ട് പ്ലസ് പേജ് ഡൗൺ. ഏതാണ്? ഓൾട്ട് പ്ലസ് ഹോം ടു മൂവ് ദി ഫസ്റ്റ് സെൽ ഇൻ എ റോ. ഫസ്റ്റ് സെല്ലിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓൾട്ട് പ്ലസ് ഹോം ആണ് യൂസ് ചെയ്യുന്നത്. ടു മൂവ് ടു ദ ലാസ്റ്റ് സെൽ ഇൻ എ റോ. എവിടെയാണ്? ലാസ്റ്റ് സെല്ലിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് പ്രസ് ചെയ്യുന്നത്? ഓൾട്ട് പ്ലസ് എൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ഓൾട്ട് പ്ലസ് എൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് കീ കോമ്പിനേഷൻ മൂവ്സ് ടു ദി കഴ്സർ ടു ദ ഫസ്റ്റ് സെൽ ഇൻ എ കോളം? ഫസ്റ്റ് സെല്ലിനെ കോളത്തിന്റെ ഫസ്റ്റ് പോകാനായത് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓൾട്ട് പ്ലസ് പേജ് അപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്? ഓൾട്ട് പ്ലസ് പേജ് അപ്പ്. ടു മൂവ് ടു ദി ലാസ്റ്റ് സെല്ലിനെ കോളം ഓർക്കുക, കോളവും റോയും അത് നോക്കി വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. കോളം ആകുമ്പോൾ ഏതാണ്? ഓൾട്ട് പ്ലസ് പേജ് ഡൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്? ഓൾട്ട് പ്ലസ് പേജ് ഡൗൺ. വിച്ച് കീ മൂവ്സ് ദ കഴ്സർ ടു ദി പ്രീവിയസ് റോ? ഏത് കീ ആണ് കഴ്സറിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? പ്രീവിയസ് റോയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതാണ്? അപ്പ് ആരോ. ഇതിൽ ഏതാണ്? അപ്പ് ആരോ. വിച്ച് കീ മൂവ്സ് ദ കഴ്സർ ടു ദി നെക്സ്റ്റ് റോ? നെക്സ്റ്റ് റോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? അപ്പ് ആരയാണോ, ഡൗൺ ആരയാണോ, ലെഫ്റ്റ് റോ ആണോ, അതോ റൈറ്റ് ആരോയാണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഡൗൺ ആരോയാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഓപ്ഷൻ ഇൻ ദ ടേബിൾ ഗ്രൂപ്പ് അലോസ് കൺവേർട്ടിംഗ് ടെക്സ്റ്റ് ടു എ ടേബിൾ? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഡ്രോ ടേബിൾ, ഓപ്ഷൻ ബി ഇൻസേർട്ട് ടേബിൾ, ഓപ്ഷൻ സി കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ ആൻഡ് ഓപ്ഷൻ ഡി ക്വിക്ക് ടേബിൾ. ഏതാണ്? വിച്ച് ഓപ്ഷൻ ഇൻ ദ ടേബിൾ ഗ്രൂപ്പ് അലോസ് കൺവേർട്ടിംഗ് ടെക്സ്റ്റ് ടു എ ടേബിൾ? എന്താണ്? ടെക്സ്റ്റിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെയാണ് അതിൻ്റെ എന്താണ് ആൻസർ വരുന്നത്. കൺവേർട്ടിംഗ് ടെക്സ്റ്റ് ടു ടേബിൾ. നമുക്ക് ഒരു കൺഫ്യൂഷനും വരില്ല. കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. ഓക്കെ. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ബിഹേവിയർ ഫോർ കോളം വിഡ്ത്ത് വെൻ യൂസിങ് ദി ഇൻസേർട്ട് ടേബിൾ ഓപ്ഷൻ? ഏതൊക്കെയാണ്? ഡിഫോൾട്ട് ബിഹേവിയർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോ ഫിറ്റ് ബിഹേവിയർ നമ്മൾ പറഞ്ഞു. അതിൽ ഡിഫോൾട്ടായിട്ട് ഏതെന്ന് പറഞ്ഞു? ഏതെന്നാ പറഞ്ഞത്? ഫിക്സഡ്. ഓപ്ഷൻ എ ഫിക്സഡ് കോളം വിഡ്ത്ത്, ഓപ്ഷൻ ബി ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്, ഓപ്ഷൻ സി ഓട്ടോ ഫിറ്റ് ടു വിൻഡോ ആൻഡ് ഓപ്ഷൻ ഡി മാനുവൽ അഡ്ജസ്റ്റ്മെന്റ്. ഇതിൽ ഏതാണ്? ഫിക്സഡ് കോളം വിഡ്ത്ത് ആണ്. ഏതാണ്? ഫിക്സഡ് കോളം വിഡ്ത്ത് ആണ് എന്തോന്ന്? ഡിഫോൾട്ട് ആയിട്ടുള്ളത്. ഓട്ടോ ഫിറ്റ് ബിഹേവിയറിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് ഏതാണ്? ഫിക്സഡ് കോളം വിഡ്ത്ത് ആണ്. ഓക്കെ. വിച്ച് ഗ്രൂപ്പ് ഇൻ ദ ഇൻസേർട്ട് ടാബ് ഈസ് യൂസ്ഡ് ടു ആഡ് എ കവർ പേജ് ടു ദി ഡോക്യുമെന്റ്? എന്താണ് കവർ പേജ് ടു ദി ഡോക്യുമെന്റ്? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഇല്ലുസ്ട്രേഷൻസ്, ഓപ്ഷൻ ബി പേജസ്, ഓപ്ഷൻ സി ലിങ്ക്സ് ആൻഡ് ഓപ്ഷൻ ഡി ടെക്സ്റ്റ്. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? കവർ പേജ് ആഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഏത് ഗ്രൂപ്പിലാണത്? പേജസ് ഗ്രൂപ്പിലാണ്
അതുള്ളത്. ഏതാണ്? പേജസ് ഗ്രൂപ്പിൽ. എന്താണ്? കവർ പേജ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? പേജസ് ഗ്രൂപ്പിൽ കവർ പേജ്. ഓക്കെ. വാട്ട് ഡസ് ദ ഓപ്ഷൻ എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഇൻ ദ ടേബിൾസ് ഗ്രൂപ്പ് അലോ യു ടു ഡു? എന്താണ്? ഓപ്ഷൻ എ ക്രിയേറ്റ് എ സിമ്പിൾ ടേബിൾ, ഓപ്ഷൻ ബി ഇൻസെർട്ട് എ ബ്ലാങ്ക് പേജ്, ഓപ്ഷൻ സി ഇൻസെർട്ട് ആൻ എക്സൽ വർക്ക്ഷീറ്റ് ഇൻ ടു ദ ഡോക്യുമെന്റ് ആൻഡ് ഓപ്ഷൻ ഡി കൺവേർട്ട് ടെക്സ്റ്റ് ടു എ ടേബിൾ. എന്താണിത്? What does the option Excel spreadsheet in the tables? Excel spreadsheet in the tables. ഏതാണ്? Insert an Excel worksheet into the document. ഡോക്യുമെന്റിൽ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനാണ് ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്? എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു 6 രീതിയിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിലുള്ളതാണ് ഏത്? എക്സൽ സ്പ്രെഡ്ഷീറ്റ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ The insert tab can be accessed using the keyboard shortcut Alt+N. Option B, there are 5 groups in the insert tab. Option C, the pages group in the insert tab allows you to insert a cover page. എന്താണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ദ ഇൻസേർട്ട് ടാബ് ക്യാൻ ബി ആക്സസ് യൂസിങ് ദ കീബോർഡ് ഷോർട്ട്കട്ട് Alt+N. എന്താണ്? ഇൻസേർട്ട് ടാബ് ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട്കട്ട് എന്ന് പറയുന്നത് Alt+N ആണെന്നാണ് പറയുന്നത്. അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ? അതെ, അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ there are 5 groups in the insert tab. ഇൻസേർട്ട് ടാബിൽ 5 ഗ്രൂപ്പ്സ് ആണ് ഉള്ളതെന്ന്. ആണോ? ഇൻസെർട്ട് ടാബിൽ 5 ഗ്രൂപ്പ്സ് ആണോ ഉള്ളത്? എത്ര ഗ്രൂപ്പാണുള്ളത്? ഇൻസെർട്ട് ടാബിൽ 7 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. മൂന്നാമത് ദ പേജസ് ഗ്രൂപ്പ് ഇൻ ദ ഇൻസെർട്ട് ടാബ് അലോസ് യു ടു ഇൻസെർട്ട് എ കവർ പേജ്. ഓക്കെ. ദ പേജസ് ഗ്രൂപ്പ് ഇൻ ദ ഇൻസെർട്ട് ടാബ് അലോസ് യു ടു ഇൻസെർട്ട് എ കവർ പേജ്. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ? പേജസ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്, ഇതെല്ലാം നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ 3 ഓപ്ഷൻസ് എവിടെയുണ്ട്? പേജസ് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? ഇവിടെയും ചോദിച്ചിരിക്കുന്നത് ഏതാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ പേജ് ബ്രേക്ക് ഓപ്ഷൻ ഇൻ ദ പേജസ് ഗ്രൂപ്പ് ബിഗിൻസ് എ ന്യൂ പേജ് അറ്റ് ദി കഴ്സർ പൊസിഷൻ. എന്താണ്? പേജ് ബ്രേക്ക് ഓപ്ഷൻ ഇൻ ദ പേജ് ഗ്രൂപ്പ് ബിഗിൻസ് എ ന്യൂ പേജ് അറ്റ് ദി കഴ്സർ പൊസിഷൻ. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ? അതെ, അതൊരു എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. പേജ് ബ്രേക്ക് ആണ് നമുക്ക് എന്തിനു സഹായിക്കുന്നത്? പുതിയൊരു പേജ് കഴ്സർ പൊസിഷന് ശേഷം പുതിയൊരു പേജ് ഇൻസെർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്? പേജ് ബ്രേക്ക് ആണ്. ഓക്കെ. രണ്ടാമത്തത് ദ കീബോർഡ് ഷോർട്ട്കട്ട് ടു ഇൻസെർട്ട് എ പേജ് ബ്രേക്ക് ഈസ് Ctrl+Enter. എന്താണ്? പേജ് ബ്രേക്കിന്റെ ഷോർട്ട്കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Enter ആണെന്ന്. ആണോ? അതെ, അത് കറക്റ്റ് ആണ്. അത് എന്താണ്? ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് there are 7 ways to create a table in the table group. എന്താണ്? 7 വേ ആണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആണോ? നോ. എന്താണ്? അതൊരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എത്ര വേസിലാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്? 6 രീതിയിലാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി 1 and 2. 1ഉം 2ഉം അല്ലേ ട്രൂ സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ്? ഇവിടെ എന്താണ്? കറക്റ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നോക്കാതെ ചെയ്യരുത്. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് കിടക്കാനായിട്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ഡ്രോ ടേബിൾ ഓപ്ഷൻസ് ടേൺസ് ദ മൗസ് പോയിന്റർ ഇൻ എ പെൻസിൽ സിമ്പിൾ. എന്താണ്? ഡ്രോ ടേബിൾ ഓപ്ഷൻസ് ടേൺസ് ദ മൗസ് പോയിന്റർ ഇൻ എ പെൻസിൽ സിമ്പിൾ. എന്താണ് ഇവിടെ? ഇതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? ഡ്രോ ടേബിൾ ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ മൗസ് പോയിന്റർ ഏതായിട്ട് വരുന്നു? പെൻസിൽ സിമ്പിൾ ആയിട്ട് വരുന്നു. ഇതെന്താണ്? ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ദ ഡിഫോൾട്ട് നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ ഈസ് 4. ഡിഫോൾട്ട് നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ഇതിൽ പറയുന്നത്? 4 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പോൾ ഇത് ഫാൾസ് ആണ്. ഓക്കെ. അടുത്തത് ദ ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ ഈസ് 2. ഡിഫോൾട്ട് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2 ആണെന്ന്. ഓക്കെ. അതെന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി 2 only ആണ്. ഏതാണ്? 2 only. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്?
ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രസിംഗ് ദ ടാബ് കീ മൂവ്സ് ദ കഴ്സർ ടു ദി പ്രീവിയസ് സെൽ ഇൻ എ റോ. എന്താണ്? പ്രസിംഗ് ദി ടാബ് കീ മൂവ്സ് ദ കഴ്സർ ടു ദി പ്രീവിയസ് സെൽ ഇൻ എ റോ. എന്താണ് ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രസിംഗ് ദ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ പ്രീവിയസ് സെല്ലിലേക്ക് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല, നെക്സ്റ്റ് സെല്ലിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ കീ കോമ്പിനേഷൻ ഷിഫ്റ്റ് പ്ലസ് ടാബ് മൂവ്സ് ദ കഴ്സർ ടു ദി പ്രീവിയസ് സെൽ ഇൻ എ റോ. എന്താണ്? ദ കീ കോമ്പിനേഷൻ ഷിഫ്റ്റ് പ്ലസ് ടാബ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് പ്രീവിയസ് സെല്ലിലേക്കാണ് മാറുന്നത്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പോൾ അതെന്താണ്? അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ഓപ്ഷൻ സി എന്ന് പറയുന്നത് ടു മൂവ് ടു ദി ഫസ്റ്റ് സെൽ ഇൻ എ റോ യു പ്രസ് ഓൾട്ട് പ്ലസ് ഹോം. എന്താണ്? നമുക്ക് ഫസ്റ്റ് സെല്ലിൽ, റോയുടെ ഫസ്റ്റ് സെല്ലിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓൾട്ട് പ്ലസ് ഹോം പ്രസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? 2, 3 ആണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ ബി, 2 and 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ എ 6x2 ടേബിൾ ദർ ആർ 6 columns and 2 rows. 6x2 എന്ന് പറയുമ്പോൾ 6 കോളംസും 2 റോസും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണല്ലോ, 6 കോളം 2 റോയും ആണ്. അടുത്തത് ദ ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ് ഓപ്ഷൻ ഇൻ ദ ഇൻസെർട്ട് ടേബിൾ ഡയലോഗ് ബോക്സ് അഡ്ജസ്റ്റ് ദ കോളം വിഡ്ത്ത് ടു ഫിറ്റ് ദി കണ്ടന്റ്. എന്താണ്? ദ ഓട്ടോ ഫിറ്റ് കണ്ടന്റ് ഓപ്ഷൻ ഇൻ ദ ഇൻസെർട്ട് ടേബിൾ ഡയലോഗ് ബോക്സ്. അതായത് ഇൻസെർട്ട് ടേബിൾ ഡയലോഗ് ബോക്സിലുള്ളതാണല്ലോ ഓട്ടോ ഫിറ്റ് കണ്ടന്റ്. ആ കണ്ടന്റ് ഓപ്ഷൻ എന്താണ്? ദ കോളം വിഡ്ത്ത് ടു ഫിറ്റ് ദ കണ്ടന്റ്. ഓക്കെ, കോളം വിഡ്ത്ത് ടു ദി ഫിറ്റ് ദി കണ്ടന്റ്. ഓക്കെ, അപ്പോൾ അതെന്തോന്നാണ്? അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ഡിസൈൻ ടാബ് അപ്പിയേഴ്സ് ആസ് പാർട്ട് ഓഫ് വേർഡ് 2007 ടേബിൾ വെൻ ഇൻസേർട്ടിങ് എ ടേബിൾ. എന്താണ്? ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പിയർ ആകുന്ന 2 ടാബുകളാണ് ഏതൊക്കെ? ഡിസൈൻ ടാബും ലേഔട്ട് ടാബ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസൈൻ ടാബ്. ദ ഡിസൈൻ ടാബ് അപ്പിയേഴ്സ് ആസ് പാർട്ട് ഓഫ് എ വേർഡ് 2007 ടേബിൾ വെൻ ഇൻസേർട്ടിങ് എ ടേബിൾ. ഓക്കെ, അപ്പോൾ അതെന്തോന്നാണ്? അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ട്രൂ. അപ്പോൾ ഇതിൽ എന്താണ്? എല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഓപ്ഷൻ? ഓൾ ഓഫ് ദം. ഏതാണ്? ഓൾ ഓഫ് ദം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇൻസെർട്ട് ടേബിൾ 2 ഗ്രൂപ്പുകളെ കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? പേജസ് ഗ്രൂപ്പും ടേബിൾ ഗ്രൂപ്പ്. ഈ 2 ഗ്രൂപ്പുകളെ കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.